ഇതിൽ 3 ക്ലിപ്പുകളാണ് നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ഇൻസ്റ്റാപേ ലോൺ ആപ്പിൽ നിന്നും ഭീഷണി സന്ദേശങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ലതാ ശശിധരൻ എന്ന അധ്യാപിക പ്രിൻസിപ്പലിന് പരാതി നൽകുന്നു. ആ സമയത്ത് ടീച്ചർക്ക് കോൾ വരുന്നു. പ്രിൻസിപ്പൽ ആ ആപ്പിലെ ആ കോളിന്റെ ഉടമയോട് സംസാരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ക്ലിപ്പ്. രണ്ടാമത്തേതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ രാജ് പ്രിൻസിപ്പലിന് വിവരിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഈ ടീച്ചറുടെ നമ്പർ ഈ റഫറൻസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒഴിവാക്കുന്നതിന്റെ ഇടയിലും പിന്നീടും അപ്പോഴും എല്ലാം തന്നെ ഈ നമ്പറിൽ നിന്ന് കോളുകൾ വരുന്നു. അതാണ് മൂന്നാമത്തെ ദൃശ്യങ്ങൾ. ഈ 3 ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് നിതിൻ രാജിന്റെ മരണത്തിന് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപ് നടന്ന സംഭവങ്ങളുടെ വിശദീകരണങ്ങളാണ് ഇത്. പക്ഷേ അതിന്റെ ഏകപക്ഷീയമായ ഒരു ഭാഗം മാത്രമുള്ള ദൃശ്യങ്ങളാണ് ഇതിൽ നിന്ന് കാണുന്നത്. കാരണം ഇത് ബോധപൂർവം നിതിൻ രാജിനെയുള്ള കേസ് വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പോലീസ് പുറത്തുവിട്ടതാണ് എന്ന ആരോപണം നിതിൻ രാജിന്റെ ബന്ധുക്കൾ ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുൻപ് നിതിൻ രാജിന്റെ ബന്ധുക്കൾ എന്നെ വിളിച്ചിരുന്നു. അവർ ഈ കാര്യം പറയുന്നത് ഇത്തരത്തിൽ ഈ റാമിൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് എന്നാണ് അവർ സംശയിക്കുന്നത്, അല്ലെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏതായാലും ഇവിടെ എങ്ങനെ മാനിപ്പുലേഷൻ നടന്നു ഈ ദൃശ്യങ്ങളിൽ നിന്നുള്ളതാണ് അവർ സംശയിക്കുന്നത്. നമുക്കിപ്പോ ഇങ്ങനെ കിട്ടുന്ന ഒരു ദൃശ്യം ഇതിനപ്പുറത്തേക്ക് എന്ത് നടന്നിട്ടുണ്ടാകാന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അല്ല, ഈ ദൃശ്യങ്ങളിൽ മാനിപ്പുലേഷൻ നടന്നു എന്നല്ല, ഒരു സീക്വൻസ് ഓഫ് ദൃശ്യങ്ങളിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് കാണിച്ചു എന്നുള്ളതാണ് അവർ സംശയിക്കുന്നത്. ഒരു പക്ഷേ ഇതിന് ശേഷം നിതിൻ രാജിനെ ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അധ്യാപകർ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആഘാതം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ നിതിൻ രാജിന്റെ ബന്ധുക്കൾ പറഞ്ഞ ഒരു കാര്യം, ആ മുറിക്കകത്ത് എന്താണ് നടന്നത് എന്നത് വ്യക്തമല്ല, അത് ദുരൂഹമാണ്. ആ മുറിക്കകത്ത് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മരണം സംഭവിച്ചത് എന്നാണ്. പക്ഷേ ഈ 3 ദൃശ്യങ്ങളും ഏകപക്ഷീയമായി മാനേജ്മെന്റിനെയും പ്രിൻസിപ്പലിനെയും ന്യായീകരിക്കുന്ന തരത്തിലുള്ളതാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം അതിനകത്ത് നടന്ന, അല്ലെങ്കിൽ അതിന് മുൻപ് നടന്ന മറ്റു ഭാഗങ്ങളൊന്നും തന്നെ ഈ ദൃശ്യങ്ങളിൽ ഇല്ല. അവിടെ ഏതോ രീതിയിൽ നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തുകയോ അവന്റെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യിക്കുകയോ ചെയ്യുന്ന ഏതോ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഓഡിയോ ക്ലിപ്പിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ തുടരും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് സംസാരിക്കുന്നത് ഉൾപ്പെടെ വന്നത്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ബന്ധുക്കൾ പറയുന്ന കാര്യത്തിൽ അല്പം കഴമ്പുണ്ട് എന്ന് തോന്നുന്നു. കാരണം മറ്റ് ഭാഗങ്ങൾ കൂടി ഇതിന്റെ ഒപ്പം വരേണ്ടതാണ്. ആ ഭാഗങ്ങൾ വന്നിട്ടില്ല.